ഒരു വ്യക്തിക്ക് അയാളോട് ബാധ്യത ഉണ്ട്, അയാളെ മാതാപിതാക്കളോടുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഈ ചുരുങ്ങിയ സമയത്ത് പറയാൻ നിന്നാൽ എവിടെയും എത്തൂല. ഞാൻ എൻ്റെ ഒരനുഭവം പറയാം. നമ്മളെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനാണ്. പരപ്പനങ്ങാടി മലപ്പുറം ജില്ലയിലാണ്. അവിടെ 1500 സ്ത്രീകൾ പങ്കെടുത്തൊരു പരിപാടി. ആരാണ് എൻ്റെ നമ്പർ ഓർക്ക് കൊടുത്തത് എനിക്കറിയില്ല. കുടുംബജീവിതം പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ അന്നാണ് പരപ്പനങ്ങാടി കടപ്പുറത്തെ മുറുക്കി തുപ്പുന്ന കൈത്തണ്ടയുള്ള നല്ല തടിയും വണ്ണും ഒക്കെ ഉള്ള സ്ത്രീകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒറ്റ പ്രസംഗമുള്ളൂ കുടുംബജീവിതം, വേറൊന്നുമില്ല. പരിപാടി തുടങ്ങാൻ സമയത്ത് ഒരു പെണ്ണിനോട് പറയുന്ന മൗലവി നിങ്ങൾ സ്റ്റേജിമക്കാണ് ഓടിയാൽ എയിലേ പോകേണ്ടിയൊന്നും എനിക്കറിയാം, എല്ലായിടത്തും പെണ്ണുങ്ങളാണ്. അപ്പം ഞാൻ ഐറ്റങ്ങളെ മുട്ടും കൈ എങ്ങാനും എൻ്റെ നെഞ്ഞത്ത് കുത്തിയാൽ മിൻഹാ ഹലക്കനാക്കും. അതുകൊണ്ട് ഞാനൊരു സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റേജിമക്ക് പോകുമ്പോൾ ഒരു 10 വയസ്സായ കുട്ടി ഓടി വന്ന് ബസ്സിന് കയ്യാട്ടന്മാർ കയ്യാട്ടി ഹടക്കിയെന്ന്. ഞാൻ ബേജാറായിപ്പോയി. എന്തേ നിങ്ങളാണോ ഒന്ന് പ്രസംഗിക്കണമെന്ന് ചോദിച്ചു. അതെ ഞാനാണ്. അന്ന് അമ്മ അങ്ങക്കൊരു കത്ത് എന്നാണ്. ആര്? അമ്മ. എനിക്ക് 56 വയസ്സായി, ഒരു പെണ്ണ് ഇതുവരെ എനിക്ക് എത്തുന്നില്ല. എനിക്കുണ്ടാവുമല്ലോ ഒരു പൂതി. ഞാൻ വിചാരിച്ചു ഈ മരിച്ചാൻ കാലത്ത് അള്ളാഹു എന്തെങ്കിലും ഹൈർ ഉദ്ദേശിച്ചെന്ന് പറയാൻ കഴിയൂല. എനിക്കും ആഗ്രഹം ഉള്ളതൊക്കെ ഒന്ന് പോയി പുതിയ ഒന്ന് കിട്ടിയാൽ തരക്കമില്ല. അപ്പം ആർക്കും ഉണ്ടല്ലോ അപ്പോൾ പൂതി, പുറത്ത് പറയാതൊക്കെയല്ലേ. ഏതായാലും ഞാൻ വേഗം വാങ്ങിയ കീശയിലിട്ടാൻ പക്ക എനിക്ക് വായിക്കയിട്ട് ഭയങ്കര പൊറുതിയാണ്. കാരണം വിചാരിച്ച കത്ത് വേറെയാ. സ്വാഗത പ്രസംഗം കുറച്ച് നീണ്ടപ്പം ഞാൻ മെല്ലെ ഈ കത്ത് നുള്ളി കെട്ടി വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച കത്തല്ല. അതിൽ 3 വരി എഴുതിയിട്ടുള്ളൂ. ഒന്ന്, വലിയ മുജാഹിദായിട്ടൊന്നും കാര്യമല്ല. ഞാൻ വെച്ചു എന്നോടാണ്. അതോടുകൂടി എനിക്ക് ബസർക്കൽ തുടങ്ങി. കാരണം ഇന്നെങ്ങനെ അറിയണ ഒരാൾ പരപ്പനങ്ങാടി ഉള്ളത് എനിക്കറിയില്ല. 2ാമത്തെ വരി, ഭാര്യയോടും കുട്ടികളോടും നന്നായി പെരുമാറണം എന്ന് നിങ്ങൾ പറയണം. ആര്? ഞാൻ. അപ്പം എന്നെ പറ്റിയല്ല. 3ാമത്തെ വരി, ഇപ്പോൾ തന്നെ പറയണം അയാൾ ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും ചിരിച്ചതാ. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പ്രസംഗ സ്റ്റേജിൽ കുത്തുന്ന നൊലോളിച്ച എന്നാ. കാരണം എന്താ അറിയോ, ഈ കത്ത് എഴുതിയ എൻ്റെ പെണ്ണുങ്ങളാണ് എനിക്ക് സ്വർഗമല്ല. എത്ര വയസ്സ് പറഞ്ഞിട്ടും കാര്യമല്ല. ഞാൻ അയാൾ എന്ന് പറഞ്ഞൊരാണാണല്ലോ, എവിടെ നോക്കിയിട്ട് ഒരാണിൻ്റെ തൈരി കാണാനില്ല. അങ്ങനെ നോക്കാനും പിന്നെ പെണ്ണുങ്ങളല്ലേ. അങ്ങനെ കൂടി ഇങ്ങനെ ബാക്കോട്ട് നോക്കിയപ്പോൾ മൈക്ക് സെറ്റാൻ്റെ അടുത്ത് കുത്തിരിക്കുന്നുണ്ട് 3 അവൻ, അതിലുണ്ട് ഇവൻ. ആര്? ഈ ചങ്ങായി. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ 1500 ആളുകളെ സംഘടിപ്പിക്കാൻ 3 മാസമായി ഓടി നടക്കുന്ന ഒരു മുജാഹിദ് പ്രവർത്തകനാണ് അയാൾ. വീട്ടിൽ മുജാഹിദല്ല. ഇതേത് വീട്ടിലല്ലാത്തത്? നമ്മളെപ്പറ്റി നമ്മുടെ ഭർത്താക്കന്മാർക്ക് പറയാനുള്ള അഭിപ്രായം എന്താ സഹോദരിമാരെ? ചോദിച്ചു നോക്കി. ഭർത്താവിനെ പറ്റി ഭാര്യക്ക് എന്താ പറയാനുള്ളത്? അരീക്കോട് നവോത്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റിലാണ് ഒരു കുടുംബത്തിൻ്റെ സംഗമം, 3000 ആളുണ്ട്. ഓലും പ്രസംഗിക്കാൻ വിളിച്ചത് തന്നെയാണ്. ഞാൻ അവിടെ ചെന്നോക്കും ഇതുപോലെ പന്തലൊക്കെ ഇട്ട് നല്ല ശാന്തമായ അന്തരീക്ഷം. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ, നമ്മൾ ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയെന്ന് വിചാരിക്കാൻ മുടക്കൊന്നുമില്ലല്ലോ. അപ്പോഴത്തേന് വിചാരിച്ചു, എല്ലാവരും വിചാരിച്ചു. അങ്ങനെ സ്വർഗത്തിക്കാട് കയറിയപ്പോൾ മലക്കൾ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ ഓരോ ഇണകൾ വേണ്ടേ? പിന്നെ മാണ്ടേ, ഞാനൊക്കെ നിസ്കരിക്കണേനാ. ഫീഹ അസ്വാജും മുത്തഹറ, അവിടെ നിങ്ങൾക്ക് വിശുദ്ധരായ ഇണകളുണ്ടാവും. പോത്തർച്ചി ഉണ്ടാവുന്ന 2 സ്ഥലത്തേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ഇണകളുണ്ടാവുന്ന ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പം മലക്കളെ ചോദ്യം, നിങ്ങൾക്ക് ദുനിയാവിലെ ഇണകൾ തന്നെ മതിയോ? ഇത് ഞാനായിട്ട് ചോദിച്ചോടുകൂടി അതുവരെ എൻ്റെ മുഖത്തേക്ക് എന്നെ നോക്കിയ 3000 ആളും ചെരുപ്പുമേൽ കൊടുക്കൽ തുടങ്ങി. ഒരു പെണ്ണും പറഞ്ഞില്ല എനിക്ക് എൻ്റെ കാക്ക എന്നെ മതി. ഒരു കാക്കയും പറഞ്ഞില്ല എനിക്ക് എൻ്റെ താത്ത എന്നെ മതി. 76 വയസ്സായ ഒരു കാക്കുണ്ട് സ്റ്റേജിൽ കുത്തിരിക്കണം. അയാളെ പേരമക്കളാണ് ഈ പാടം നിറച്ചും കുത്തിരിക്കണത്. അയാൾ പറയുകയാണെന്നാ മൗലവി ഞാൻ സ്വർഗത്തേക്ക് പോകണമെന്നല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പറയാന്നിട്ട് കാര്യമല്ല, എൻ്റെ ഭാഗത്തുമേണാണ് എൻ്റെ ഇണയായി വരുന്നതെങ്കിൽ അവിടെയും കച്ചറ. ഇതെന്താ ഇതിൻ്റെ അർത്ഥം? കുട്ടികളും പേരമക്കളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കുടുംബജീവിതത്തിൻ്റെ സൗരഭ്യം കിട്ടില്ല. പെൺകുട്ടികൾക്ക് വിവാഹം വേണോ? അപ്പം എന്താ കാരണം? ആൺകുട്ടികളൊക്കെ ഏത്തം വലിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരുത്തന്നെ പെണ്ണ് കാണാൻ കൊണ്ടുപോയി. ഞാനൊരു ബ്രോക്കറാണ്. ഞമ്മക്കാകുള്ള ലാഭം ഇവൻ കാണാൻ വരുമ്പം കൊണ്ടുപോയിക്കണ ബദാം, അണ്ടിപ്പരപ്പ്, പിസ്ത. ഞാൻ ഓനോട് പറഞ്ഞു എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോട്ടെ, എനിക്കിത് തിന്നാൻ സമയം വേണം. ഇവന് പണ്ടൊരാൾ പറഞ്ഞു വാപ്പ മരിച്ചേ എങ്ങനെ വെച്ചാൽ ഒരെടുപ്പ് ഒരു മെരുപ്പ് കഴിഞ്ഞ് എന്ന് പറഞ്ഞ മാതിരി ആട്ട് കയറി ഇങ്ങോട്ടാക്കി ഞാൻ കൈ വെച്ചിട്ടേ. ഞാൻ അല്ല ചങ്ങായി പോവുക. ഞാൻ ഒരു പിടുത്തം പിസ്ത ഞാൻ ഭാര്യ. കാരണം എന്താ, ഇനി കിട്ടൂലത്. അങ്ങനെ ഓൻ്റെ കൂടെ കാറിൽ നിൽക്കുമ്പോൾ ചോദിച്ചു, അല്ല എനിക്ക് എന്തേ പറ്റിയോ? എനിക്ക് ഇനി പെണ്ണ് തന്നെ വേണ്ട. നിങ്ങൾ എൻ്റെ ആ ബയോഡാറ്റ കണ്ട് കീറിട്ടഞ്ഞിട്ടേ
ഞാൻ ടിക്കറ്റ് നോക്കാം. നിങ്ങൾക്ക് നിങ്ങങ്ങ് ഇപ്പം ബസർത്ത് കുളിച്ച് ഞാൻ വെച്ച് തല്ലേറ്റം കിട്ടിയ എനിക്ക് തല്ല് കിട്ടിയാലും പൊറുക്കഴിഞ്ഞ ഇവിടെ ചോദിച്ച 2-3 ചോദ്യം ഇപ്പം ബസർത്ത് പോയി. ഒന്നാമത്തെ ചോദ്യങ്ങൾ എപ്പോഴാണ് ഗൾഫ് കൊണ്ടുപോകുക, ഇവൻ എപ്പോഴാ പോകാന്ന് തന്നെ ഓന് നിശ്ചയല്ല. പിന്നെ ഓനോട്ട് അത് ചോദിച്ചിട്ട് കാര്യം, ഓന് പെണ്ണ് തന്നെ വേണ്ട. ഞാൻ എൻ്റെ മോന് ഇപ്പം അൽഹംദുലില്ലാ കഴിഞ്ഞ ഡിസംബർ നിൽക്കാഞ്ഞ് 1.5 കൊല്ലം ഞാൻ ഒയന്ന് പോയി. എനിക്ക് എൻ്റെ വീട്ടിൽ അരപ്പൈസ വില ഇല്ലാതായി. വലിയ മൗലവിയാണല്ലോ, ലോകം മുഴുവൻ വയല്. സ്വന്തം മകനൊരു പെണ്ണ് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? എത്ര ചീത്ത ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയോ? എന്താ കാരണം? ഒരു നമ്മളെ മോൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും കൊടുത്താൽ പിന്നെ കല്ലുന്തോണി ആണ്ടമായിരുന്നു അറിയുമ്പോൾ അതിയില്ല. പിന്നെ വിളിച്ചു നോക്കുമ്പോൾ എന്താ അറിയാം, മോള് പറഞ്ഞ PG കഴിയട്ടെ. ഏതാ PG എന്ന് എനിക്കും അറിയില്ല, വാപ്പും അറിയില്ല, കുട്ടിക്കും അറിയില്ല. എന്താ കാരണം? കുടുംബജീവിതം 57,000 മുസ്ലിം കുടുംബങ്ങളാണ് കുടുംബ കോടതിയിൽ കേസ് കൊടുത്ത് ത്വലാക്ക് പാസ്സായി അതിൻ്റെ കടലാസ് വാങ്ങാൻ കാത്തുകിട്ട് 57,000. വിദ്യാഭ്യാസം ലൈറ്റാ, സൗന്ദര്യം ലൈറ്റാ, പൈസ ലൈറ്റാ. സഹോദരന്മാരെ, ഇത് കാണുകയാണ് പുതുതലമുറ. അപ്പുറത്ത് കുടുംബജീവിതം പഴഞ്ചനാണെന്നും അത് അടിമത്വമാണെന്നും ബോധവും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ മക്കൾ വിവാഹത്തിന് പിന്നോട്ട് പോവാൻ. അത് മഹല്ല് കമ്മിറ്റികൾക്ക് വലിയ ബാധ്യതയുണ്ട്. പ്രീ മറിറ്റൽ കൗൺസിലിംഗ് സെൻറ്റർ നമ്മൾ നടത്തുന്നു. 1400 കൊല്ലം മുമ്പ് മദീനയിൽ വിവാഹപ്രായമായ സകല പെൺകുട്ടികളെയും സ്വഹാബിമാരായ അൻസാറുകളായ സ്ത്രീകൾ സൂറത്ത് നൂർ ശരിക്ക് പഠിപ്പിക്കുമായിരുന്നു. അന്നത്തെ പ്രീ മറിറ്റൽ കൗൺസിലിംഗ് സെൻറ്റർ. മുഹല്ലിന് വലിയ ബാധ്യത ആ വിഷയത്തിലുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു മാതൃകാ മഹല്ലാണിത് എന്നതുകൊണ്ട് കൂടിയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളുള്ള ബാധ്യത, ഇണയോടുള്ള ബാധ്യത, മക്കളുള്ള കടപ്പാട്, അയൽപ്പക്ക ബന്ധം, സർവോപരി ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം അന്യ സമുദായത്തിന് മുമ്പിൽ പിച്ചി ചീന്തുന്ന ഒരു രംഗമായി ഇന്ന് വിവാഹം മാറിയിട്ടുണ്ട്. ഞാൻ കണ്ണൂർ ജില്ലയിൽ 30 കൊല്ലമായി. ഒരു വീട്ടിൽ ഭർത്താവ് പുയ്യാപ്പള വന്നതാണ്. അവിടെ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന സിസ്റ്റമാണല്ലോ. അപ്പോൾ എന്നാലും പുയ്യാപ്പള ഭാര്യ വീട്ടിലൊന്ന് വരും. ആ വന്ന സന്തോഷം ഉണ്ടായാൽ കണ്ണൂർ ജില്ലക്കാർ പടക്കം പൊട്ടിക്കലാ. പടക്കം പൊട്ടിച്ചു. പടക്കല്ല, ഗുണ്ട പൊട്ടിയത്. തൊട്ടപ്പുറത്തെ വീട്ടിൽ 24 വയസ്സ് ദിവസം മാത്രം പ്രായമായ ഒരു കുട്ടി, കണ്ണും പൂട്ടണില്ല, തൊള്ളയും പൂട്ടണില്ല. ആലോചിച്ച് നോക്കി, ഉമ്മമാരകൾ പ്രസവിച്ച പെണ്ണുങ്ങളല്ലേ. 24 വയസ്സ് ദിവസം മാത്രം പ്രായമായ ഒരു കണ്ടിട്ട് കരഞ്ഞു പോയി. എനിക്കുണ്ട് മക്കൾ, എനിക്ക് 4 കുട്ടികളുണ്ട്. അങ്ങനെ പൊറ്റി പൊടിഞ്ഞുകൊണ്ട് കുട്ടികളൊക്കെ ചെറുതായി വലുതായതാ. നിങ്ങളൊക്കെ വീട്ടിൽ, എൻ്റെയും വീട്ടിൽ 24 വയസ്സായ 24 ദിവസം പ്രായമായൊരു കുട്ടി കണ്ണും പൂട്ടണില്ല, തൊള്ളയും പൂട്ടണില്ല. പടക്കം പൊട്ടിയ ഞെട്ടി. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഒരു മുസ്ലിമിൻ്റെ വീട്ടിലെ കല്യാണമാണോ ഇത്? എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ മോൾക്ക് ഒരു ഭർത്താവിനെ തന്ന സഹോദര ഗാനമേള നടത്തിയിട്ടാണോ ആഘോഷിക്കേണ്ടത്? പടക്കം പൊട്ടിച്ചിട്ടാണോ ആഘോഷിക്കേണ്ടത്? അതല്ല, ശുക്രിൻ്റെ സുജൂദ് ചെയ്തിട്ടോ? ഇതാരാ പഠിപ്പിക്കേണ്ടത്? ഇത് മഹല്ല് പഠിപ്പിക്കണം. മഹല്ല് അതിശക്തമായി ഇടപെടണം. കണ്ണൂർ ജില്ലയിൽ എത്രയാ സംഭവങ്ങൾ എന്നറിയാം. ഒരുപാട് സംഭവങ്ങൾ. ഞാൻ 30 കൊല്ലം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളെ നാട്ടിലേക്കും അത് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു. മഹല്ല് കമ്മിറ്റി വളരെ ജാഗരൂകരാവണം. അതിശക്തമായ നിയന്ത്രണം ആ വിഷയത്തിൽ ആവശ്യമാണ്. ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും കേന്ദ്രമായി വിവാഹം മാറിയിരിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. വടകര വന്നു മറ്റേ ശ്രീനാരായണ ഗുരു, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ളന്ന് ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ അദ്ദേഹത്തിൻ്റെ SNDPൻ്റെ ഒരു അനുയായി, അദ്ദേഹം നമുക്ക് അള്ളാൻ്റെ റസൂൽ ആരാണോ അതുപോലെയാണ് അവർക്ക് ശ്രീനാരായണ ഗുരു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുരു നിങ്ങൾ ഏതായാലും ഇവിടെ വടകര വട്ട വന്നാലേ, നാളെ എൻ്റെ മോളെ കല്യാണമാണ്, ഒന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ വലിയ സന്തോഷമായി. അപ്പോൾ അദ്ദേഹം വളരെ താഴ്മയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 10:30 മണിക്ക് നിങ്ങളെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ശ്രീനാരായണ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ എല്ലാവരും തടിച്ചു കൂടി. അദ്ദേഹം 10:30 എന്ന് പറഞ്ഞാൽ 10:30. അവിടെ ചെന്ന് നോക്കുമ്പോൾ അയ്യാതി പന്തലും മറ്റേ എന്താ കതിർമണ്ഡവും വാദ്യമേളങ്ങളും കുറേ ചെമ്പ് ഭക്ഷണം ഇതൊക്കെ കണ്ടു. ശ്രീനാരായണ ഗുരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇറങ്ങിപ്പോയി. അത് അയാൾക്ക് വലിയ അപമാനമായി. സ്വാഭാവികമാണല്ലോ. എന്തേ പറ്റിയത്, സ്വീകരിച്ചതിൽ വല്ല കുഴപ്പം പറ്റിയോ എന്നൊക്കെ ആലോചിച്ച് ഓടിച്ചെന്ന് ഗുരുവിനോട് ചോദിച്ചു അത്രേ, ഗുരു നിങ്ങൾ എന്താണ് എൻ്റെ പുരയിൽ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ? അപ്പോൾ ശ്രീനാരായണനോട് ചോദിച്ചു അത്രേ, ആരാണ് നിങ്ങളെ ഈ ധൂർത്ത് പഠിപ്പിച്ചത്? ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കഴുത്തിൽ താലി ചാർത്താൻ എന്തിനാണ് കതിർമണ്ഡപം? എന്തിനാണ് ഇത്ര വലിയ പന്തല്? എന്തിനാ ഈ ഭക്ഷണം? എന്തിനാ അത്ര ആള്? അത് ആവല് പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. ഒരൊറ്റ മുസ്ലിമും ഇല്ലാത്ത ആ സദസ്സിൽ വെച്ച് ശ്രീനാരായണ ഗുരു
നൂറ്റാണ്ട് 14 മുമ്പ് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ലളിതമായ വിവാഹത്തിൻ്റെ മാതൃക വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് ശ്രീനാരായണ പറഞ്ഞു, ഒരു കല്യാണത്തിന് 10 ആൾ പങ്കെടുത്താൽ മതി. നോക്കൂ നിങ്ങൾ, എന്നെ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിച്ചത് ലോകൈക ഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ശ്രീനാരായണ ഗുരു. നമ്മളവസ്ഥ എന്താ? അതുകൊണ്ട് ഇതിലൊക്കെ വളരെ ശക്തമായ നിയന്ത്രണവും അതേപോലെ തന്നെ മാർഗദർശനവും ഉപദേശ നിർദ്ദേശവും നൽകാവുന്ന രൂപത്തിൽ നമ്മുടെ മഹല്ലിനെ ശാക്തീകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും അതിന് പറ്റിയൊരു നേതൃത്വമാണ് ഇവിടെ ഉള്ളത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ സംഗതിയാണ്. മതപരമായൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുവാനും അങ്ങനെ മഹല്ലിനെ നയിക്കുവാനും ദീനിനോട് സ്നേഹമുള്ള ഒരു വലിയ നേതൃത്വം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കുണ്ട്. ഈ നേതൃത്വത്തിന്, ഈ കാരണവന്മാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും വളരെ നല്ല നിലയിൽ ഈ മഹല്ലിനെ മുന്നോട്ട് നയിക്കുവാനുള്ള തൗഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അവസാനമായി ഒറ്റ കാര്യം പറയാം, ഇതൊക്കെ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പ്രയോഗവൽക്കരിക്കാൻ ദീന് കുറച്ച് പ്രയാസം ഉണ്ടാവും. ഏതുപോലെ എന്ന് വെച്ചാൽ, പണ്ടൊരു നാട്ടിൽ ഞാൻ 11:30 എടുത്തു. ഒരു നാട്ടിൽ ഒരാൾ വല്ലാതെ തടി കൂടുക. ഈ തടി കൂടുക എന്നൊരു സൂക്കടാണ്. അയാൾ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല, അയാൾ ഓടുണ്ട്, ചാടുണ്ട്, പലതും ചെയ്തു, പക്ഷേ തടി കുറയില്ല. അവസാനം അയാൾക്ക് നിന്ന് നിസ്കരിക്കാൻ വയ്യാതായി കസേരയെ കുത്തിരുന്ന് കിതക്കൽ തുടങ്ങി. അവസാനം പള്ളിയിൽ ഇമാമ് നിലമ്പൂർക്കാരനെ, ഇനി മൗലവി നിങ്ങളെ നാട്ടിൽ എന്തെങ്കിലും വല്ല മരുന്നുണ്ടോ, എൻ്റെ തടി ഒന്ന് കുറഞ്ഞിട്ടാന്ന്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് തടി കുറയാൻ വളരെ എളുപ്പമാണ്, ഒരു മരുന്നും കുടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആർക്കെ തടി കുറയണമെങ്കിൽ ഈ മരുന്ന്, ഞാൻ പറഞ്ഞ മരുന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പോൾ ഉസ്താദിനോട് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ആക്കിയാൽ മതി. 5 പൈസ മുടക്കുണ്ടോ? ഇയാൾ എത്ര മരുന്നാണ് കുടിച്ചതെന്നറിയോ? എത്ര ടെസ്റ്റാണ് നടത്തിയതെന്നറിയോ? എൻ്റെ മൗലവി ഇന്നാങ്ക് കുറച്ച് നേരത്തെ പറഞ്ഞുകൂടെ ഇനിയോ? അപ്പം ഇയാൾ പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴല്ല എന്നോട് ചോദിക്കണത്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ. അപ്പോൾ ഏത് മരുന്ന് എഴുതി കൊടുത്താലും ഒരു സംശയം ബാക്കി ഉണ്ടാവും, ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ? അപ്പം ഇയാൾ ചോദിച്ചു, ഇങ്ങനെ ആക്കണേ തരക്കടൊന്നുമില്ല മൗലവി, ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ? അപ്പം അയാൾ പറഞ്ഞു, ഭക്ഷണം വേണോന്ന് ചോദിക്കുമ്പോൾ അത് നടക്കൂല അറിയും, എന്നാൽ തടിയും കുറയില്ല. നമ്മൾ മാറാൻ തയ്യാറാവണം. എൻ്റെ മാറ്റമാണ് എൻ്റെ ഭാര്യയെ മാറ്റേണ്ടത്. എൻ്റെ കൈപ്രയോഗമോ നാവിൻ്റെ പ്രയോഗമോ അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കുടുംബത്തെ മാറ്റിയത്? എന്തായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം? കാന ഖുലുഖുഹു അൽ ഖുർആൻ. കാന ഖുലുഖുഹു അൽ ഖുർആൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. സ്വാഭാവികമായി ഭാര്യ മാറി, മക്കൾ മാറി. എന്താ മാർഗം? നമ്മൾ മാറണം. ഓരോ കുടുംബനാഥനും നാഥയും ജീവിതത്തിലൂടെ മക്കൾക്ക് മാതൃക കാണിക്കണം. അങ്ങനൊരു മഹല്ലാവുമ്പോൾ ഇവർക്ക് നമ്മളെ മുന്നോട്ട് നയിക്കാൻ വളരെ എളുപ്പമുണ്ടാവും. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ, നമ്മൾ തന്നെ മുഹമ്മദ് സാഹിബുമായിട്ടുള്ള വളരെ ആത്മബന്ധം കൊണ്ട് അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ചാടി പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഉറപ്പിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, ഇനി ആട് വന്നിട്ട് തന്നെ. കാരണം നിങ്ങളെ കാണാനും സംസാരിക്കാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വരാനും കാണാനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് കോർത്തിണക്കണം. കൂടെ ബാക്കിയുള്ളതൊക്കെ റഹ്മാബി ടീച്ചർ പറയും. അതോടെ ചേർത്ത് വെച്ച് നമ്മുടെ ഈ സംഗമം നാളെ മുതലുള്ള നമ്മുടെ മഹല്ലിന് മുന്നോട്ടുള്ള പോക്കിന്, ദീനീ മാർഗത്തിലൂടെയുള്ള സഞ്ചാരത്തിന് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് കേട്ടതും ഒരു സ്വാലിഹായ ഒരു അമലായി അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.